ഗൗതം അദാനി വിഷയത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും ചട്ടം 267 പ്രകാരം വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വച്ചതോടെ ഇരുസഭകളും നാളത്തേക്ക് പിരിയുകയായിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് മറ്റു നടപടികളിലേക്ക് കടക്കാനാവാതെ പാർലമെന്റ് പിരിയുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അദാനിയുടെ കൈക്കൂലി ആരോപണത്തിൽ ചൂടുപിടിക്കുകയാണ്. അദാനി വിഷയം റൂൾ 267 പ്രകാരം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അദാനി വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന നിലപാട് ഇരു സഭാധ്യക്ഷന്മാരും സ്വീകരിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി. പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ ലോക്സഭ ആദ്യം 12 മണിവരെയും രാജ്യസഭ 11:30 വരെയും നിർത്തിവെച്ചു. പിന്നീട് സഭ തുടങ്ങിയപ്പോഴും ബഹളം തുടർന്നതോടെ നാളത്തേക്ക് പിരിയുകയായിരുന്നു. ഗൗതം അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും മോദി സർക്കാർ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. And the government, please let me speak. And the government is protecting him. മണിപ്പൂർ കലാപവും സംഭാലിലെ വർഗീയ സംഘർഷവും ദില്ലി വായു മലിനീകരണവും വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുള്ള പ്രമേയങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇന്നും നോട്ടീസായി എത്തിയിരുന്നു. എന്നാൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകാനാകാതെ സഭ ശീതകാല സമ്മേളനത്തിന് രണ്ടാം ദിവസവും പിരിയേണ്ടി വന്നു. കൈരളി ന്യൂസ്, ദില്ലി.